രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അവസാനത്തെ അധ്യായമാണ് വന്ദന ശ്ലോകം 87. വന്ദന ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിനകത്തുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് എന്നും തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും അധികം താമസിയാതെ ഭജഗോവിന്ദം, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി, വെള്ളിയാഴ്ച സൗന്ദര്യലഹരി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ കേൾക്കുക. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നേരിട്ട് വരാം. കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അതേ കണക്ക് തന്നെയാണ് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ നിശ്ചയമായും അഷ്ടാവക്ര ഗീത കാണണേ. അതുപോലെ തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ, പിന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് ടെമ്പിൾസ് എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. രാധികാ കവചം 2 ഉണ്ട്, അത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കണം. അതേ കണക്ക് തന്നെ ഇതിനകത്ത് ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്, നിങ്ങൾ കേൾക്കുക. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടും. ഒരു പുതിയ ദിനം പോസിറ്റീവ് എനർജിയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരംഭിക്കാൻ പറ്റും. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ओ राधे राधे. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തത് നമുക്ക് പാടിത്തരുന്നത് കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയക്ക് ഇനി ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എനിക്ക്, ഇല്ലേ? അത്രമേൽ നിങ്ങൾക്ക് പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞു. രാധാറാണിക്ക് പ്രിയപ്പെട്ട, രാധാറാണി വിരൽ തൊട്ട് അനുഗ്രഹിച്ച ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ, നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ അഷ്ടപതി അതിമനോഹരമായി ആലപിക്കാൻ പോവുകയാണ്. ഈ അഷ്ടപതിയുടെ അവസാന ശ്ലോകവും ചൊല്ലുന്നത് ഞങ്ങളുടെ കൃഷ്ണപ്രിയയാണ്. അത് കൃഷ്ണപ്രിയയോട് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വമാണ് കൃഷ്ണപ്രിയ അതിന് സമ്മതിച്ചത്. അങ്ങനെ രാധേ രാധേ ചാനലിന് അങ്ങേയറ്റം പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ പാടുകയാണ്. നിങ്ങൾ കേട്ടുകൊള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. രചയ കുചയോഃ പത്രം ചിത്രം കുരുഷ്വ കപോലയോഃ ഘടയ ജഘനേ കാഞ്ചിം മഞ്ജുസ്രജം കബരീഭരേ കലയ വലയ ശ്രേണി പാണൗ പതേ കുരു നോ പുരാവിധി നിഗദിത പ്രീത പേദാംബരോപി തഥാ കരോ. അപ്പോൾ രാധേ രാധേ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയത് കേട്ടല്ലോ. ഇനി ഞാൻ പഠിപ്പിക്കാം. രചയ കുജയോ പത്രം ചിത്രം കുരുഷ്വ കപോലയോർ ഘടയ ജഗനേ കാഞ്ചീം മഞ്ജുസ്രജം കബരീഭരേ കലയ വലയ ശ്രേണീം പാണൗ പദേ കുരു നൂപുരോ വിധി നിഗദിത പ്രീത പീതാംബരോ അഭി തഥാ കരോത്. അപ്പൊ രചയ കുജയോ അർത്ഥം മാറിടങ്ങളിൽ എഴുതൂ അല്ലെങ്കിൽ വരയ്ക്കൂ. എൻ്റെ മാറിടങ്ങളിൽ വരയ്ക്കൂ. പത്രം മനസ്സിലായില്ലേ? പത്രം ചിത്രം കുരുഷ്വ കപോലയോ എന്ന് പറഞ്ഞാൽ കവിൾ തടങ്ങളിൽ ചിത്രം വരയ്ക്കൂ. കപോലോ എന്ന് പറഞ്ഞാൽ കവിൾ തടമാണ്. കുരുഷ കപോലയോ കവിൾ തടങ്ങളിൽ ചിത്രം വരയ്ക്കൂ. ഘടയ ജഗനേ അഴകാർന്ന തടിച്ച അരക്കെട്ടിൽ, അഴകാർന്ന തടിച്ച അരക്കെട്ടിൽ കാഞ്ചീം അരഞ്ഞാണം, കാഞ്ചീം അരഞ്ഞാണം മഞ്ജുസ്രജം ഭംഗിയുള്ള പൂമാല, മഞ്ജുസ്രജം ഭംഗിയുള്ള പൂമാല. കബരീഭരോ അർദ്ധം മുടിക്കെട്ടിൽ, വലയം വളകൾ മനസ്സിലല്ലേ? പാണൗ അർദ്ധം കൈകളിൽ, ശ്രേണി ശ്രേണി നിര, പദേ പാദങ്ങളിൽ, നൂപുരം നൂപുരം കൊലുസ്, നൂപുരം കൊലുസ്. നിഗദിത അർദ്ധം പറയപ്പെട്ടു, നിഗദിത പറയപ്പെട്ടു. പ്രീത അർദ്ധം സന്തോഷമുള്ള. പീതാംബരം കൃഷ്ണന്റെ മഞ്ഞപ്പട്ട്. തഥാ കരോത് അങ്ങനെ ചെയ്തു. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാനൊന്ന് പറഞ്ഞു തരാം. രാധാജി പറഞ്ഞു, കൃഷ്ണ നീ എൻ്റെ മാറിടങ്ങളിൽ പത്തിക്കീറ്റെഴുതൂ. പത്തിക്കീറ്റെന്ന് പറഞ്ഞാൽ കസ്തൂരി, കുങ്കുമം എന്നിവ കൊണ്ട് ഉണ്ടാക്കുന്ന രേഖകൾ, വരകൾ, ഇതിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്? പത്തിക്കീറ്റ്. അപ്പൊ കൃഷ്ണ നീ എൻ്റെ മാറിടങ്ങളിൽ കസ്തൂരി, കുങ്കുമം എന്നിവ ഉപയോഗിച്ച കൂട്ടുകൊണ്ട് നീ എൻ്റെ മാറിടത്തിൽ രേഖകൾ വരയ്ക്കൂ. കൃഷ്ണ നീ എൻ്റെ കവിൾത്തടങ്ങളിൽ അതിമനോഹരമായ ചിത്രം വരയ്ക്കൂ.
കണ്ണാ, എന്നിട്ട് എൻ്റെ അരക്കെട്ടിൽ നീ അരഞ്ഞാണമണിയിക്കണം. പിന്നെ എൻ്റെ മുടിയിലുണ്ടല്ലോ കണ്ണാ, അതിമനോഹരമായി നീ തന്നെ പൂക്കൾ കോർത്ത് എൻ്റെ മുടിയെ അലങ്കരിക്കണം. പിന്നെ എനിക്ക് കയ്യിൽ ധാരാളം വളകൾ വേണം, അത് കൃഷ്ണ നീ തന്നെ ഇട്ടു തരണം. പിന്നെ എൻ്റെ കാലിലുണ്ടല്ലോ കണ്ണാ, നീ ചിലങ്കകൾ കെട്ടിത്തരണം. അപ്പൊ രാധാറാണിയുടെ ആവശ്യങ്ങൾ പലതാണ്. അപ്പൊ രാധാറാണി പറയുകയാണ്, കൃഷ്ണ നീ എൻ്റെ മാറിടത്തിൽ കസ്തൂരിയും കുങ്കുമവും കൊണ്ടുണ്ടാക്കിയ കൂട്ടുകൾ കൊണ്ട് രേഖകൾ വരയ്ക്കണം, എൻ്റെ കവിളിൽ ചിത്രം വരയ്ക്കണം, അരക്കെട്ടിൽ അരഞ്ഞാണമണിയിക്കണം, മുടിയിൽ നീ സ്വന്തം കൈകൊണ്ട് കോർത്ത പൂക്കളെടുത്ത് എൻ്റെ മുടിയിൽ നീ അലങ്കരിക്കണം. അതും തീർന്നില്ല, എൻ്റെ കയ്യിൽ ധാരാളം വളകൾ ഇടിവിക്കണം. കൃഷ്ണ എനിക്ക് ഒത്തിരി വളകൾ വേണം. കുപ്പിവളയാണ് രാധാറാണിക്ക് ഇഷ്ടം. പിന്നെ എൻ്റെ കാലിൽ നീ തന്നെ നൂപുരം ചിലങ്കകൾ കെട്ടിത്തരണം. അപ്പൊ ഇങ്ങനെ രാധാറാണി പറഞ്ഞപ്പോൾ അത്യധികം സന്തോഷത്തോടുകൂടി ശ്രീകൃഷ്ണൻ ഇത് ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ശ്ലോകമേ പഠിപ്പിക്കുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാല് വയ്യ. അപ്പം ഞാനൊന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ കുറേ ദിവസത്തെ വീഡിയോ ഒന്ന് പെട്ടെന്ന് ചെയ്തു വെക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ രണ്ടെണ്ണമില്ല, ഒറ്റ ശ്ലോകം, ഈ ഒരൊറ്റ ശ്ലോകം മാത്രമേ ഉള്ളൂ. അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, അത് കേൾക്കണം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ 9645333999 ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. അതിൻ്റെ ലിങ്ക് അയക്കാം. ജ്യോതിഷപരമായ സംശയം ഉണ്ടെങ്കിൽ അതും തീർത്തു തരാം. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേട്ടെ, പീതാംബരധാരിയായ കൃഷ്ണൻ, മനസ്സിലായ, അത്യധികം സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ സാക്ഷാൽ രാധാറാണിയുടെ കൽപ്പനകൾ അനുസരിക്കുന്ന, ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അനുസരിക്കുന്ന അതിമനോഹരമായ ഒരു സന്ദർഭമാണ് നമ്മുടെ ജയദേവ കവി വിവരിക്കുന്നത്. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഹേ യദു നന്ദന, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, നീ എൻ്റെ പ്രാണന്റെ ഭാഗമാണ് കണ്ണാ. വരൂ കണ്ണാ, നിന്റെ രണ്ട് കൈകൾ കൊണ്ട് എൻ്റെ മാറിടം നീ കോരിയെടുക്കൂ കണ്ണാ. എന്നിട്ട് അതീവ സൂക്ഷ്മതയോടെ കസ്തൂരിയും കുങ്കുമവുമൊക്കെ ചേർത്ത കൂട്ടുകൊണ്ട് എൻ്റെ മാറിൽ നീ രേഖകൾ വരയ്ക്കണം. അത് കണ്ടാൽ ഒരു വള്ളിപ്പടർപ്പിലെ ഇല പോലെ ഇരിക്കണം കൃഷ്ണ. ഈ മാറിടം അതേ നിനക്ക് മാത്രമുള്ളതാണ് എൻ്റെ കണ്ണ. നീ അതിൽ പത്തിക്കീറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, കുങ്കുമവും കസ്തൂരിയും കൊണ്ടുള്ള ചിത്രം വരയ്ക്കണം കണ്ണാ. കൃഷ്ണന്റെ മുഖത്തൊരു പുഞ്ചിരി പടർന്നു. ഇത് ശരിക്കും സ്നേഹം കൊണ്ടുള്ള രാധാറാണിയുടെ ആജ്ഞയാണ്. 14 ലോകവും വാഴുന്ന നാരായണന്റെ മുന്നിൽ ആജ്ഞാപിക്കാൻ കഴിയുന്ന ഒരേ ഒരു ദേവത രാധാറാണി മാത്രമാണെന്നറിയുക. അപ്പോൾ രാധാറാണി വീണ്ടും പറഞ്ഞു, നീ എൻ്റെ കവിളിൽ ഒരു ചിത്രം വരയ്ക്കണം, മകരയുടെ ചിത്രം. മകര കടലിൽ കാണുന്ന ഒരു ജീവിയാണ്, മുതലയുടെ തലയും മീനിൻ്റെ വാലുമൊക്കെയുള്ള. അപ്പൊ കണ്ണ, നീ എൻ്റെ കവിളിൽ ഒരു ചിത്രം വരയ്ക്കണം, അത് മകരയുടെ ചിത്രമായിരിക്കണം. കൃഷ്ണ നോക്കൂ, രതിലീലയിൽ നീയാണ് എൻ്റെ അരഞ്ഞാണവും അരപ്പട്ടയും ഒക്കെ അഴിച്ചു മാറ്റിയത്. അതുകൊണ്ട് ഹേ കള്ളക്കണ്ണ, രതിലീലയിൽ അരഞ്ഞാണം അഴിച്ചു മാറ്റിയവനെ, അരപ്പട്ട അഴിച്ചു മാറ്റിയവനെ, നീ തന്നെ അത് കെട്ടിത്തരണം കൃഷ്ണ, നീ തന്നെ അത് കെട്ടിത്തരണം. കൃഷ്ണന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടികെട്ടുകയാണ്. അപ്പൊ പറഞ്ഞു, നോക്കൂ കണ്ണ, ആ രതിലീലയുടെ ബഹളത്തിൽ എൻ്റെ മുടിയിൽ ചൂടിച്ച പൂമാലകളൊക്കെ താഴെ വീണു, പൂക്കളൊക്കെ കൊഴിഞ്ഞുപോയി. നോക്കൂ, എനിക്കൊരാഗ്രഹമുണ്ട് കൃഷ്ണ, നീ നിന്റെ സ്വന്തം കൈകൾ കൊണ്ട് എന്ത് ചെയ്യണം? പൂക്കൾ കോർക്കണം. നിന്റെ സ്വന്തം കൈ കൊണ്ടൊരു മാല കെട്ടിയിട്ട് ആ മാല കൊണ്ട് എൻ്റെ കറുത്തിരുണ്ട് സമൃദ്ധമായ തലമുടി നീ അലങ്കരിക്കണം. കൃഷ്ണ,
നിനക്കറിഞ്ഞൂടെ എനിക്ക് വളകൾ എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന്? എൻ്റെ കുപ്പി വളകളെല്ലാം നീ ഊരി വെച്ചു. രതിയിൽ കിലുകില്ല കിലുകില്ല ശബ്ദം കേൾക്കും, ചിലപ്പോൾ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ്. നോക്കൂ കണ്ണ, ആ കുപ്പി വളകൾ ഒന്നൊന്നായി നീ എൻ്റെ കൈകളിൽ അണിയിക്കണം. എൻ്റെ നൂപുരവും നീ ഊരി വെച്ചു. നീ എൻ്റെ കാലുകളിൽ ആ നൂപുരം അണിയിക്കണം. കൃഷ്ണൻ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പറഞ്ഞു, രാധേ, നിന്റെ ഏത് ഉത്തരവാണ് ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? കൃഷ്ണൻ അപ്പോഴേ രാധാറാണിയുടെ മാറിടം കോരിയെടുത്തു. അതീവ സൂക്ഷ്മതയോടുകൂടി അതിൽ എന്തു ചെയ്യുന്നു? വള്ളിപ്പടർപ്പിൻ്റെ ഇല അതിമനോഹരമായങ്ങനെ വരച്ചു വെച്ചു. അപ്പൊ രാധാറാണിയുടെ മുഖത്തൊരു സംതൃപ്തി ഉണർന്നു. അതിനുശേഷം കൃഷ്ണൻ രണ്ട് കൈകൾ കൊണ്ടും രാധാറാണിയുടെ മുഖം കോരിയെടുത്തു. നെറ്റിയിൽ ചുംബനം കൊടുത്തിട്ട് കവിളിലങ്ങനെ ചിത്രം വരയ്ക്കുകയാണ്, മകരയുടെ ചിത്രം. അത് കഴിഞ്ഞ് കൃഷ്ണൻ വികാര വിവശനും പ്രണയാധിക്യനുമായി രാധാറാണിയുടെ അരയിൽ അരഞ്ഞാണവും അരപ്പട്ടയും അങ്ങനെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് കൃഷ്ണൻ പൂക്കളെടുത്ത് സ്വന്തം കൈകൊണ്ട് കോർത്തു. നോക്കണേ, നാരായണനാണ് ചെയ്യുന്നത്. സ്വന്തം കൈകൊണ്ട് കോർത്ത് കൃഷ്ണൻ രാധാറാണിയുടെ മുടിയിൽ അലങ്കരിച്ചു. ഓർമ്മിക്കുക, കൃഷ്ണന് രുക്മിണി ദേവിയും ഒക്കെ ഉണ്ട്. അവർക്കാർക്കും ഇങ്ങനെ ഒരു സ്നേഹം കൃഷ്ണൻ വാരിക്കോരി കൊടുത്തിട്ടില്ല. എന്നിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? ആ രാധാറാണിയുടെ കൈകളെടുത്ത് സ്വന്തം കൈവെള്ളയിൽ വെച്ചിട്ട് കുപ്പിവളകൾ ഓരോന്നായി അണിയിച്ചു. രാധാറാണിയുടെ പാദമെടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? ചിലങ്കകൾ കെട്ടിക്കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, സന്തോഷമായോ കൃഷ്ണ, സന്തോഷമായോ രാധേ? രാധാറാണി അതിന് മറുപടി പറഞ്ഞില്ല. കൃഷ്ണനെ തൻ്റെ നെഞ്ചോട് ചേർത്തു. കൃഷ്ണൻ രാധയെ തൻ്റെ നെഞ്ചോട് ചേർത്തു. രണ്ടാത്മാക്കൾ തമ്മിൽ ചേരുകയാണ്. രണ്ടാത്മാക്കൾ തമ്മിൽ ചേരുകയാണ്. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി की जय. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.